ഹായ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അനിമേനെ കുറിച്ചാണ്. ഒരു ഹ്യൂമൻ ബോഡി ഹൊറർ അനിമേനെ കുറിച്ചാണ്. ഹ്യൂമൻ ബോഡി ഹൊറർ ജോൺറയിലുള്ള ഒരു അനിമേനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു അനിമെ ഫാൻസ് എല്ലാവരും ഈ അനിമെ കാണണം. കാരണം ഇത് വന്നിട്ട് ബേസിക്കലി ഹ്യൂമാനിറ്റീനെ ചോദ്യം ചെയ്യുന്ന ഒരു അനിമയാണ്. അതായത് ഹ്യൂമൻസ് ആയ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരി തന്നെയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവസാനം തോന്നും. അങ്ങനത്തെ ഒരു അനിമയാണിത്. അതായത് നമ്മൾ മറ്റുള്ള സ്പീഷീസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ നമ്മളെ അടിമകളാക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഈ കഥയിലെ കഥാപാത്രം ആരാ വെച്ചാൽ, നായകൻ ആരാ വെച്ചാൽ ഇതില് ഒരു സ്കൂൾ പയ്യനാണ്. അതായത് നമ്മളെ പോലെ സാധാരണ സ്കൂളിൽ പോയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് ഇൻസെക്ട്സിനൊക്കെ കണ്ട പേടിക്കുന്ന ഒരു സാധാരണ പയ്യൻ. അപ്പൊ ഒരു ദിവസം ആ പയ്യൻ കടന്നുറങ്ങുമ്പോൾ ആ പയ്യന്റെ മൂക്ക് കൂടെ ഒരു ചെറിയ ഞാഞ്ഞൂല് പോലത്തെ ഒരു ഒരു സ്പീഷീസ്, ഒരു പ്രാണി അവന്റെ മൂക്ക് കൂടെ കയറും. അപ്പൊ അവൻ തുമ്പി അത് പുറത്തേക്ക് വന്നിട്ട് അവൻ നോക്കുമ്പോൾ പെട്ടെന്ന് ചാടി അവന്റെ കൈന്റെ ഈ അറ്റത്ത് കൂടെ ഒരു ഓട്ട തുളച്ച് അതിനുള്ളിൽ കൂടെ കയറും. ഇത് കണ്ട് പേടിച്ച് അവൻ ഒരു ഇയർ ഇയർഫോൺ ഉണ്ട്, നമ്മുടെ വയറുള്ള ഇയർഫോൺ, അതെടുത്തിട്ട് കൈ ചുറ്റി കെട്ടിയിട്ട് മേലോട്ട് പോകാൻ അത് തടയും. അവൻ തടഞ്ഞിട്ട് അവനെ തടഞ്ഞിട്ട് അത് പോവും. പിന്നെ പിറ്റേ ദിവസം എണീറ്റ് നോക്കുമ്പോൾ അവന്റെ കൈ വന്നിട്ട് ഒരു തരിപ്പ് ഉണ്ടാവും. അവന്റെ കൈ വന്നിട്ട് എപ്പോഴും പോലെ ഒരു ഫീല് കിട്ടാണ്ട് ഇരിക്കും. താൻ അറിയാണ്ട് തന്റെ കൈ പ്രവർത്തിക്കാൻ പോലെ അവന് തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവൻ സ്കൂളിൽ വിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ച് റോഡ് ക്രോസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു കാറ് വന്ന് ആ കൊച്ചിനെ അടിക്കാൻ നോക്കുമ്പോൾ ഇവൻ പോയി രക്ഷിക്കും. തന്നെ അറിയാണ്ട് അവൻ പ്രവർത്തിക്കും. എന്നിട്ട് അവന്റെ ഒരു കൈ കൊണ്ട് ആ കാറിനെ തടയും. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുക, അവന്റെ കൈ വന്നിട്ട് അവന്റെ കൺട്രോളിലല്ല ശരിക്കും. അവന്റെ കയ്യിൽ ഇവിടെ ഒരു കണ്ണ് വരും. അപ്പോഴാണ് അവൻ മനസ്സിലാവുക ഇത് വേറൊരു വേറെ ആരോ കൈ നിയന്ത്രിക്കേണ്ടത്. അപ്പോ അപ്പൊ പെട്ടെന്ന് അത് സംസാരിക്കും കൈ. അപ്പോ ആ കൈ സംസാരിക്കുമ്പോ ആ കൈ പറയും, ഞാൻ വന്നിട്ട് വേറെ ഒരു ഇതാണ്, എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പറയും. അപ്പൊ അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. ബേസിക്കലി ഇത് എന്താ വെച്ചാൽ, ഈ സ്പീഷീസ് വന്നിട്ട് ഔട്ടർ സ്പേസിന് വന്നതായിരിക്കും. ഈ സ്പീഷീസ് എങ്ങനെ സർവൈവ് ചെയ്യുക വെച്ചാൽ ഹ്യൂമൻ ബ്രെയിനിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് സർവൈവ് ചെയ്യുക. അത് ഇത്ര സെക്കൻഡിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് മരിക്കും. അപ്പോ ഇത് വന്നിട്ട് നമ്മുടെ ഈ കഥാനായകൻ കെനിച്ചിന പേര്. കെനിച്ചിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് മൂക്കുകൂടെ കയറുന്നത്. അതായത് മൂക്കുകൂടെ കാതുകൂടെ കയറിയ ബ്രെയിനിലോട്ട് പോകാനുള്ള ഡിസ്റ്റൻസ് കമ്മിയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് മൂക്കുകൂടെ കയറിയിട്ട് അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് ഹ്യൂമൻസിനെ. അപ്പൊ അത് പുറത്തേക്ക് പോകുമ്പോ കൈക്കോടെ കയറും ചെയ്തു. പക്ഷെ ഇവൻ ആ വയറ് വെച്ച് തടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് ഫുൾ കൺട്രോള് ബ്രെയിനിലോട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ഫുൾ കൈ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അത് മാറി. അപ്പൊ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ മെയിൻ, ഈ സ്പീഷീസിന്റെ മെയിൻ റീസൺ. എന്നിട്ട് ഇത് പിന്നെ കുറെ ഉണ്ട്. ഇവര് പിന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതും നമ്മളും ഈ സ്പീഷീസും തമ്മിൽ ഒരു മീറ്റിംഗ് ഒക്കെ സംഭവിക്കും. നല്ല രസമുള്ള ഒരു അനിമേ തന്നെയാണ്. ഇത്തിരി നല്ലോണം വയലൻസ് ഉണ്ട്, പക്ഷെ കാണാം. കാരണം നമ്മൾ മനുഷ്യന്മാര് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു അനിമയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ കെനിച്ചി മനസ്സിലാക്കുക, അവനെ പോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. ഈ സ്പീഷീസ് ഫുൾ കൺട്രോളില് എടുക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇതിനെ കോ എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. വേറെ വഴിയില്ല അവർക്ക്. ഒന്നല്ലെങ്കിൽ ഇതിനെ മൊത്തം വെട്ടിയിട്ട് കൈ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ പോർഷൻ ആയിട്ടായിരിക്കും
കൺട്രോൾ എടുത്തിട്ടുണ്ടാവുക. ചിലവർക്ക് കാളായിരിക്കും, ചിലവർക്ക് വായ, അങ്ങനെ വേറെ വേറെ പോർഷൻ ആയിട്ടാണ് കൺട്രോൾ എടുത്തിരിക്കുക വേറെ വേറെ ആൾക്കാർക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു അനിമയാണ്. ബേസിക്കലി ഇതിലൊരു പോർഷൻ പറഞ്ഞ ഇത് മീറ്റിംഗ് നടക്കുമ്പോൾ ഈ സ്പീഷീസ് ചോദിക്കും, അപ്പൊ നിങ്ങൾ മനുഷ്യന്മാരെ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട് ചിക്കൻസിനെയും ചിക്കൻ്റെ എഗ്ഗിനെയും ഒക്കെ നിങ്ങൾ വെട്ടി തന്നില്ലേ? അപ്പൊ അത് വന്നിട്ട് എന്താണ്? അതിനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? എല്ലാ സ്പീഷീസും സമമല്ലേ? ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഗോഡാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ ഈ മറ്റ് സ്പീഷീസിനെ കൊല്ലാനുള്ള അധികാരം ആരാ നിങ്ങൾക്ക് തന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് ആ മീറ്റിംഗ് ശരിക്കും ഉത്തരമില്ല. അപ്പോ ഈ സ്പീഷീസ് എന്താ പറയാ, അപ്പൊ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ആ സ്പീഷീസ് സെപ്പറേറ്റ് ആണ്, നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ വേറൊരു സ്പീഷീസ് ആണ് അത്. അപ്പൊ അത് പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരുടെ ബ്രെയിൻ വന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അത് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഡയറക്ഷനിൽ പോകുന്ന ഒരു ഹ്യൂമാനിറ്റിയുടെ ചോദിക്കുന്ന ഒരു ഡയറക്ഷനിൽ പോകുന്ന നല്ലൊരു അനിമേ തന്നെയാണ്. എല്ലാവരും കാണാൻ. എനിക്കറിയില്ല എത്ര പേർക്ക് ഈ അനിമിനെ കുറിച്ച് അറിയുമെന്ന്. ഈ അനിമയുടെ പേര് വന്നിട്ട് പാരാസൈറ്റ് ദ മാക്സിമി എന്നാണ് അനിമയുടെ പേര്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇത് കുറച്ച് എപ്പിസോഡേ ഉള്ളൂ, വല്ലാതെ സീസൺസ് ഒന്നുമില്ല, ജസ്റ്റ് 24 എപ്പിസോഡേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അനിമയെ കുറിച്ച് 24 എപ്പിസോഡ് പറയുന്നത് ചെറിയൊരു അനിമയാണ്. അപ്പോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, നല്ല ഒരു സീരീസ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു അനിമെ ഫാൻസ് എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇതിന് റേറ്റിംഗ് വേണമെങ്കിൽ 4.5 ഔട്ട് ഓഫ് 5 കൊടുക്കാം. നല്ലൊരു അനിമയാണ്, നല്ലൊരു കോൺസെപ്റ്റ് ആണ്, നല്ലൊരു തീമായിരുന്നു. സോ ഇത്രയും